നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ശാപമോക്ഷമില്ലാതെ കിടക്കുന്ന ഒരു റോഡുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയാണ് റോഡിന്റെ ദുരവസ്ഥ ഒഴിയാത്തതിന്റെ പ്രധാന കാരണമെന്നാണ് ജനങ്ങളുടെ പക്ഷം. യാത്രികരാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. ആരാധനാലയങ്ങളും കോളേജുകളുമുള്ള മെയിൻ റോഡിന്റെ സ്ഥിതി അതിശോചനീയമാണ്. അവസാന ഒരു ഇടപെടൽ ബലം കാണുമോ എന്തോ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ 21 വകുപ്പ് പ്രകാരം കേരള മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജ്, കിഡ്നി ഫെഡറേഷൻ ഡയാലിസിസ് സെന്റർ, ഗാഗുൽത്ത റിട്രീറ്റ് സെന്റർ, സെന്റ് ജോർജ് പള്ളി, കപ്പൂച്ചിൻ ആശ്രമം, കൈപ്പറമ്പ് കാവ് ഭഗവതി ക്ഷേത്രം, സെന്റ് ജോസഫ് കോൺവെന്റ്, കൈപ്പറമ്പ് ജുമാ മസ്ജിദ്, തലക്കോട്ടുകര ജുമാ മസ്ജിദ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഈ റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രദേശവാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ദുരിതം സഹിച്ച് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ ഒപ്പുകൾ ശേഖരിച്ച് പൊതു താൽപര്യ ഹർജി മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചത്. കൈപ്പറമ്പ് മുതൽ തലക്കോട്ടുകര വരെയുള്ള 3 കിലോമീറ്റർ റോഡ് ചൂണ്ടൽ, വേലൂർ, കൈപ്പറമ്പ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ 2 സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ്. റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. പൊതുജനത്തിന്റെ ആവശ്യം അനിവാര്യമാണ്. അതിനായി മുട്ടാത്ത വാതിലുകളുമില്ല. പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ജനപ്രതിനിധികളാണ് വലിയ നാണക്കേട്. അതിന് മുൻകൈ എടുക്കേണ്ടവർ തന്നെ ഒഴിഞ്ഞുമാറി നടക്കരുത്. എത്രയും വേഗം നടപടി ഉണ്ടായേ പറ്റൂ. എന്നും ദുരിതത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. ഒന്നുകിൽ കാലാവസ്ഥാ വ്യതിയാനം, അതുമല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ കടലിൽ ഇറങ്ങി ജോലിയെടുക്കാൻ കഴിയാത്ത സ്ഥിതി. ഓണം അടുക്കുമ്പോൾ പട്ടിണിയിലാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനയ്ക്കക്കടവ് ഹാർബർ തീരത്ത് കടൽ മാക്രികളുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചതുമൂലം കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വലയെറിയുമ്പോൾ മീനിനു പകരം കുടുങ്ങുന്ന കടൽമാക്രികൾ എന്നറിയപ്പെടുന്ന പവർ ഫിഷുകൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപയോളം വില വരുന്ന വലകളാണ് നശിച്ചത്. മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബോട്ടുകളിൽ മിക്ക വലകളും കടൽമാക്രികൾ മുറിച്ചു നശിപ്പിച്ച നിലയിലാണ്. പിന്നീട് കടലിലേക്ക് പോകണമെങ്കിൽ പുതിയ വല വേണം. അതിനാൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത്. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. വിവരമറിഞ്ഞ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മലയ്ക്കാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദീൻ, ജനറൽ സെക്രട്ടറി KK ബേധുരാജ്, മറ്റ് നേതാക്കളുമാണ് എത്തിയത്. ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്ഥലം സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ പറഞ്ഞു. 50, 45, 60 ആളിലൊക്കെയാണ് ഈ പട്ടിണി കിടക്കുന്നത്. ഓരോ വള്ളത്തും വരും. അങ്ങനെ ഇവിടെ തന്നെ ഉണ്ട് 10, 25 വള്ളം. പിന്നെ ചേറ്റുവ പിടിച്ച് അങ്ങോട്ടേക്ക് അഴീക്കോട് വരെ കണ്ടമാനം വള്ളങ്ങളുണ്ട്. ആ കഷ്ടപ്പെട്ട് നഷ്ടങ്ങൾ സഹിക്കാൻ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഈ വലകളൊക്കെ അടക്കാനുള്ള കൂലി വരെ. അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതം മുഴുപട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഈ പ്രദേശവും മത്സ്യത്തൊഴിലാളികളെയും സന്ദർശിച്ച് അർഹമായ ആനുകൂല്യങ്ങൾ നൽകി ഈ പ്രയാസത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഒഴിയുന്നില്ല. വല നശിക്കുമ്പോൾ നഷ്ടത്തിന്റെ തോത് വർദ്ധിക്കും. കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിൽ കടലിൽ ഇറങ്ങിയ തൊഴിലാളികൾക്ക് കടൽ മാക്രികളാണ് വില്ലനാകുന്നത്. എന്തായാലും ഇനി ഇവരുടെ പ്രതീക്ഷ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായമാണ്. സർക്കാർ കനിയണമെന്ന ചുരുക്കം. ഹൈടെക് കാലമാണ്. കള്ളന്മാർ ആസൂത്രണത്തിന്റെ കാര്യത്തിൽ വല്ലാതങ്ങ് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ആക്രമണങ്ങൾ നടത്തി ഒളിച്ചിരിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. മച്ചിലെ പ്രതിയെ പോലീസ് കയ്യോടെ അങ്ങ് പൊക്കി. പോലീസിന്റെ അടുത്താണോ കള്ളക്കളി? ഇത് കേരള പോലീസ്. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസ് പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത്. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയാണ് പിടിയിലായത്.
ഈ മാസം 4-ന് തൃത്താല ഞാങ്ങാട്ടിരിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 4 പേർ ചേർന്ന് സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ കളിയാക്കുകയും ഇതിൽ പ്രകോപിതനായ റാഫിയും സുഹൃത്തുക്കളും ഈ 4 പേരെയും കാഞ്ഞിരത്താണിയിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസ് റാഫിക്കെതിരെ കേസെടുത്തെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. പോലീസിനെ വെട്ടിച്ച് ഒളിവ് ജീവിതം നയിക്കുന്നതിനിടെ റാഫി കാഞ്ഞിരത്താണിയിലെ വസതിയിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തിരച്ചിൽ നടത്തി. ഇതിനിടെയാണ് വീടിന്റെ അടുക്കളയിൽ അലമാരയുടെ പുറകുവശത്തായി ഒരു വാതിലും അതുമായി ബന്ധപ്പെട്ട രഹസ്യ അറയും പോലീസ് കണ്ടെത്തുന്നത്. പോലീസ് സാഹസികമായി രഹസ്യ അറയിൽ കടക്കുകയും ഇതിനകത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്ന റാഫിയെ പിടികൂടുകയുമായിരുന്നു. രാത്രിയിലായിരുന്നു നാടകീയ സംഭവങ്ങൾ. പ്രതിക്കെതിരെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും തൃത്താല ചങ്ങരംകുളം സ്റ്റേഷനുകളിൽ ഓരോ കേസുകളുമുണ്ട്. പിടിയിലായ റാഫിയെ പോലീസ് ചോദ്യം ചെയ്തു. ഷൊർണൂർ ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ, തൃത്താല സിഐ മനോജ് കെ ഗോപി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇതുപോലെ ഇനി എത്ര മച്ചിൽ കള്ളന്മാർ വാഴുന്നുണ്ടോ എന്തോ. ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല. മദ്യവും മയക്കുമരുന്നും യുവാക്കളെ കൊണ്ടെത്തിക്കുന്നത് തടങ്കലിലാണ്. എത്രയൊക്കെ പഠിച്ചാലും ആക്രമണങ്ങൾ തുടർക്കഥയാക്കുന്ന കൂട്ടർ. എന്തായാലും ഒടുവിൽ പ്രതിയെ പുറത്തിറക്കി. ഓണക്കാലമാണ്. നിരത്തുകളിൽ തിരക്ക് നിയന്ത്രണാതീതമാകും. പ്രത്യേകിച്ച് കുന്നംകുളം നഗരത്തിൽ സ്വതവേ എപ്പോഴും ഗതാഗത കുരുക്ക് ഉണ്ടാകാറുണ്ട്. ഓണക്കാല വിപണി കൂടുതൽ സജീവമാകുന്നതോടെ പറയുകയും വേണ്ട. ഈ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് കുന്നംകുളത്തെ ഗതാഗത പരിഷ്കരണത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ തീരുമാനങ്ങളെന്ന് നോക്കാം. ഓണക്കാലത്ത് കുന്നംകുളം നഗരത്തിലെത്തുന്നവർക്ക് സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് കുന്നംകുളം നഗരസഭയിൽ അടിയന്തര ഗതാഗത ഉപദേശക സമിതി യോഗം ചേർന്നു. അടുത്ത ആഴ്ച നഗരത്തിലെ റോഡുകളിൽ പാച്ച് വർക്ക് ആരംഭിക്കും. കാലവർഷത്തിനു മുൻപേ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തിയായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി കാലവർഷം നേരത്തെ എത്തിയതാണ് റോഡുകളുടെ പാച്ച് വർക്ക് നടക്കാതിരുന്നതെന്നും ഓണത്തിന് മുൻപ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തെ അറിയിച്ചു. ഓണക്കാലം മുൻനിർത്തി നഗരത്തിലെത്തുന്നവർക്ക് തിരക്കൊഴിവാക്കി വന്നു പോകാനുള്ള സൗകര്യങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കുക. ബസ് സ്റ്റാൻഡുകൾ, പ്രധാന റോഡുകൾ എന്നിവിടങ്ങളിൽ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം താൽക്കാലിക ഗതാഗത നിയന്ത്രണത്തിനായി 4 ഹോംഗാർഡുകളെ നഗരസഭ വേതനം നൽകി നിയമിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. നഗരത്തിൽ ബസ്സുകൾ കേന്ദ്രീകരിച്ച് തമിഴ് നാടോടി സംഘങ്ങൾ നടത്തുന്ന മോഷണ ശ്രമങ്ങൾ ചെറുക്കാൻ ഓണക്കാലത്ത് പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും നിരീക്ഷണം ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ബസ്സുകൾ നിർത്തുന്നതിന് പഴയ ബസ് സ്റ്റാൻഡിലും മറ്റ് പ്രധാന റോഡുകളിലും ഉടനെ തന്നെ സീബ്ര ലൈനുകൾ വരയ്ക്കുമെന്ന് ACP CR സന്തോഷ് പറഞ്ഞു. ഇത് പാലിക്കാതിരുന്നാൽ കനത്ത പിഴ ഈടാക്കാനും യോഗം തീരുമാനിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറ്റി നിർത്തി യാത്രക്കാരെ കയറ്റണം. ഇവിടെ ബസ്സുകളുടെ നിര അനുവദിക്കില്ല. പോലീസ് സേവനം ഉറപ്പുവരുത്തി ബസ് സ്റ്റാൻഡുകളിലെയും പ്രധാന ജംഗ്ഷനുകളിലെയും ഗതാഗതം അപകടരഹിതമായി പൂർത്തിയാക്കാൻ ശ്രമമുണ്ടാകണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ബസ്, ടാക്സി, ഓട്ടോ പ്രതിനിധികളോട് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. ഇതിനോട് പൂർണ്ണമായും സഹകരിക്കാമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിലെ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് നിരോധിക്കും. ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് സംവിധാനം പുനരാരംഭിക്കും. ബസ് ബേയിൽ തന്നെ ബസ്സുകൾ നിർത്തണം. കഴിഞ്ഞ ദിവസം സ്ത്രീയുടെ കാലിലൂടെ ബസ് കയറിയ സംഭവം ബസ്സുകളുടെ അമിത വേഗതയാണെന്നും യോഗം വിലയിരുത്തി. ബസ് സ്റ്റാൻഡിന് പുറത്തുള്ള അനധികൃത ബൈക്ക് പാർക്കിംഗും അനുവദിക്കില്ല. ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കാൻ എല്ലാത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവരും തയ്യാറാകണമെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CC ഷീബ വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പരിപാടി കുന്നംകുളം നഗരസഭയിൽ നടത്താമെന്നും യോഗം തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനോട് ചേർന്നും മറ്റിടങ്ങളിലും കാലങ്ങളായി പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നീക്കാനുള്ള നടപടിയെടുക്കാമെന്ന് SHO KG ജയപ്രദീപ് അറിയിച്ചു. ഗതാഗത സൗകര്യം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനവും മികവുറ്റതാക്കും. ഇതൊക്കെയാണ് ഗതാഗത പരിഷ്കാരങ്ങൾ. യാത്രികർ ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളൂ. തീരുമാനം വേഗത്തിലുണ്ടാകും. അതേ വേഗതയിൽ തന്നെ നടപ്പാക്കുകയും വേണം. ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം അതിപ്രധാനമാണ്. ഓണക്കാലത്ത് മാത്രമല്ല, തുടർന്നങ്ങോട്ടും ഈ പരിഷ്കരണം നിലനിർത്തിയാൽ നല്ലത്. വിഷമില്ലാത്ത പച്ചക്കറികളാണ് ആരോഗ്യത്തിന് നല്ലത്. പക്ഷേ ശുദ്ധമായിട്ട് എല്ലാ പച്ചക്കറികളും ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അപൂർവമാണ്. വിഷം തെളിക്കാത്ത പച്ചക്കറികൾ വേണമെങ്കിൽ സ്വന്തം പറമ്പിൽ അധ്വാനിച്ചുണ്ടാക്കണം. അതിന് കൃഷിയോടുള്ള സ്നേഹവും മനസ്സും വേണം. ഇക്കാര്യത്തിൽ ഷീജ ഒരു സംഭവമാണ്. ഓണത്തിന് വിഷരഹിതമായ സദ്യ ഒരുക്കാനുള്ള വിളവെടുപ്പ് ഷീജയുടെ കൃഷിയിടത്തിൽ തുടങ്ങി. ഓണവിപണി ലക്ഷ്യം വെച്ച് ജൈവ കർഷക ഷീജ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുപ്പിനൊരുങ്ങുന്നു. കണ്ടാണശ്ശേരിയിൽ പഴയ പോലീസ് സ്റ്റേഷന് മുൻവശത്തായി പാട്ടത്തിനെടുത്ത 1/2 ഏക്കറിലേറെ വരുന്ന കൃഷിയിടത്തിലാണ് ഓണവിപണി ലക്ഷ്യം വെച്ച് ഷീജ കൃഷി ഇറക്കിയിരുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കാർഷിക വൃത്തിയിൽ ബ്രഹ്മകുളം കല്ലായിൽ ഷീജ എന്ന കർഷകയ്ക്കുള്ളത്.
ഒന്നിലേറെ തവണ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഷീജ സ്വന്തം പുരയിടത്തിലും പാട്ടത്തിനെടുത്ത കൃഷിയിടങ്ങളിലുമാണ് കൃഷി നടത്തിവരുന്നത്. കണ്ടാണശ്ശേരിയിലെ കൃഷിയിടത്തിൽ കോവിഡിന് ശേഷമാണ് കൃഷി ആരംഭിച്ചത്. കൃഷിയിടത്തിലെ ഒരു തുണ്ട് ഭൂമി പോലും പാഴാകാത്ത വിധമാണ് ഷീലയുടെ കൃഷിരീതി. ജൈവ പച്ചക്കറി കൃഷിയുടെ പരീക്ഷണശാല കൂടിയാണ് ഷീജയുടെ കൃഷിയിടം. വെണ്ട, പയർ, തക്കാളി, കുമ്പളം, വെള്ളരി, മത്തൻ, കൂർക്ക, പച്ചമുളക്, കൊള്ളി, ചുരയ്ക്ക, വഴുതന, ചോളം തുടങ്ങി വിവിധയിനം പച്ചക്കറികളാണ് നിലവിൽ വിളവെടുപ്പ് നടത്താൻ പാകമായി തോട്ടത്തിലുള്ളത്. കൂടാതെ ചെണ്ടുമല്ലിപ്പൂക്കളും വിളവെടുപ്പിന് പാകമായി തോട്ടത്തിലുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഷീജ തന്റെ കൃഷിയിടത്തിലെ ഓരോ പച്ചക്കറി തൈകളെയും പരിചരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഏറിയ പങ്കും ഷീജ കൃഷിയിടത്തിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. ഇത്തരം പരിചരണത്തിന്റെ ഫലമായി നൂറുമേനി വിളവ് നേടുമ്പോഴുള്ള ആത്മസംതൃപ്തിയാണ് കർഷക എന്ന നിലയിൽ ഷീജയ്ക്ക് സന്തോഷം പകരുന്നത്. വർഷത്തിൽ 365 ദിവസവും കൃഷി നടത്തുന്ന ഷീജ പരീക്ഷണാടിസ്ഥാനത്തിൽ വിവിധ പച്ചക്കറികളും തന്റെ തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവറും കാബേജും ഉൾപ്പെടെയുള്ള ശീതകാല പച്ചക്കറികളും ഇവിടെ വിളയിച്ചെടുത്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് തന്റെ തോട്ടത്തിലെ പച്ചക്കറികൾ ഷീജ വിൽപ്പന നടത്താറുള്ളത്. വിളവെടുത്ത പച്ചക്കറിയുടെ ചിത്രം സഹിതം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് വിറ്റഴിക്കുന്നതാണ് പതിവ്. ഇക്കുറിയും ഓണത്തിന് സദ്യ ഒരുക്കാനുള്ള ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് ഗംഭീരമായിട്ട് ഷീജയുടെ കൃഷിയിടത്തിൽ നടക്കുകയാണ്. നമ്മുടെ ഒരു ചെറിയ സഹായം മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചേക്കാം. മനുഷ്യൻ സഹജീവികളെ തിരിച്ചറിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ ഒരു കുടുംബവും രക്ഷപ്പെടും. അങ്ങനെ സഹായം അത്യാവശ്യമുള്ള നിസ്സഹായരുണ്ട്. ഇനി പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വാർത്ത കാണുന്നവരുടെ സഹായം മാത്രമാണ്. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കനിവ് തേടുന്നു. സുമനസ്സുകൾ പിന്തുണയ്ക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. പെരുവല്ലൂർ പുല്ലൂർ പൂവത്ര 56 വയസ്സുള്ള ജോഷിയാണ് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നത്. ദൈനംദിന ചിലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സയും നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഏകദേശം 15 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുരളി പെരുന്നെല്ലി MLA, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ധിൽന ധനേഷ് എന്നിവർ രക്ഷാധികാരികളായും 2ാം വാർഡംഗം TG പ്രവീൺ ചെയർമാനും PK ഷമ്മി കുമാർ കൺവീനറും PG ബാജി ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ പേ, ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണെന്ന് ഭാരവാഹികളായ TG പ്രവീൺ, PK ഷമ്മികുമാർ, PG ബാജി, VT ശ്രീകൃഷ്ണൻ, TV ശശി എന്നിവർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും എല്ലാ ക്ലബ്ബ് ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് ഒരു സമിതി കൂടുകയും അതിൽ ബഹുമാന്യ കേന്ദ്രമന്ത്രി, അതുപോലെ MLA, ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ഞങ്ങൾ അന്ന് അവരൊക്കെ മറ്റേ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം കൂടിയത്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ഏതാണ്ട് 15 ലക്ഷം രൂപ ചെലവാണ് അദ്ദേഹത്തിന് വരുന്നത്. 2 മണിക്കൂറും ആൾക്ക് തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മള് സുമനസ്സുകളുടായിട്ടുള്ള ഗുണങ്ങളായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ട് സ്വരൂപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട്. അസുഖങ്ങൾ വന്നാൽ ആരോഗ്യം മാത്രമല്ല സാമ്പത്തികവും തകർക്കും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളുടെ ചിലവ് എന്ന് പറയുന്നത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഒരു കൈ സഹായം ജോഷിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.